ഹലോ ഫ്രണ്ട്സ്, ഐ എം രവികുമാർ ഫ്രം ഇറ്റലി. ഇവിടെ ഭയങ്കര സമ്മറാണ്, ഭയങ്കര ചൂടാണ്. ഈ യാത്ര തുടരുകയാണ്. പക്ഷേ നമ്മുടെ കൊച്ചു വണ്ടിയിൽ എയർ കണ്ടീഷൻ ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഈ 38 42 വരുന്ന ചൂടിൽ മൊബൈൽ ഭയങ്കര ചൂടാവുമായിരുന്നു. അതുകൊണ്ട് ഈ ഓഡിയോയിൽ കുറച്ച് പ്രശ്നങ്ങൾ വന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ വോയിസ് ഓവർ ചെയ്യാണ്. ഈ ഈ കാണുന്ന ഒരു മൗണ്ടെയ്ൻസ്, ഈ ഒരു വ്യൂ പോയിൻ്റ് നോർത്ത് ഇറ്റലിയിലെ നല്ലൊരു അത്ഭുതം തന്നെയാണെന്ന് പറയാം. അപ്പോൾ ഈ ഒരു ആംഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു പെണ്ണിങ്ങനെ സൺബാത്ത് ചെയ്യുന്ന പോലെ തോന്നിക്കും. അപ്പോൾ ഈ ഒരു പൊസിഷൻ പെണ്ണുങ്ങളിങ്ങനെ ബീച്ചിലൊക്കെ ഇങ്ങനെ ചാരു കസേരയിൽ ഇരുന്നുകൊണ്ട് ഇപ്പോൾ നേരിട്ട് കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് സൺബാത്ത് ചെയ്യുന്ന ഈ ഒരു പൊസിഷന് ഇറ്റാലിയനിൽ പറയുന്നത് സുപ്പീനോ എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു പൊസിഷനിൽ ഇങ്ങനെ ഇതാണ് ആ പൊസിഷൻ, സുപ്പീനോ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് 2005 എൻ്റെ കണ്ണിൽപ്പെട്ടതാണ് ഈ സംഭവം. അപ്പോൾ നമ്മളൊരു കലാകാരൻ്റെ കണ്ണിലൂടെ ഇത് നോക്കിയപ്പോൾ ഇങ്ങനെ ഭൂമി മാതാവ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, പ്രകൃതി മാതാവ് എന്നൊക്കെ പറഞ്ഞ് അതുപോലെ. അപ്പോൾ ഈ ഹിൽസിന് ശേഷം അത് കഴിഞ്ഞാണ് ശരിക്കും ഇറ്റലി തുടങ്ങുന്നത്. ഈ ട്രെന്റീനോ എന്ന് പറയുന്ന ഈ ഡിസ്ട്രിക്റ്റ് ഇത് ഇറ്റലിയുടെ ഭാഗമല്ലായിരുന്നു, പിന്നീട് കൂട്ടിച്ചേർത്തതാണ്. പക്ഷേ ഇന്നും ഇവിടുത്തെ ആൾക്കാർ ഈ സ്ഥലത്തെ വളരെ കുറച്ചുകൂടെ ഭയങ്കര പുരോഗമിച്ചതും കുറച്ച് വിദ്യാഭ്യാസമുള്ളതും നല്ല വിവരമൊക്കെ ഉള്ള ആൾക്കാരെന്ന് ആണ് അവർ കരുതുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിനെ ഇപ്പോഴും ഒരു ഇറ്റലിയുടെ ഭാഗമായിട്ട് ഇവർ കരുതുന്നില്ല. ഇപ്പോൾ വീടുകളിലൊക്കെ ഇവിടെ ഇന്ന് ആൾക്കാർ ഇന്നും ഓസ്ട്രിയ എന്ന് പറയുന്ന ലാംഗ്വേജാണ് ഇവിടെ സംസാരിക്കുന്നത്, ഓസ്ട്രിയയിലുള്ള. അപ്പോൾ ഇങ്ങനെ ഇത് നമ്മളിപ്പോൾ യാത്ര ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ പ്രകൃതി മാതാവിൻ്റെയൊക്കെ അനുഗ്രഹം കിട്ടിക്കൊണ്ട് പിന്നെ ഇറ്റലിയിലേക്കുള്ള ലോങ് ട്രാവൽ തുടങ്ങുക എന്ന ഒരു ഇതുപോലെ. അപ്പോൾ ഒരു പ്രകൃതി മാതാവായിട്ടാണ് ഈ കാണുന്നത്. പക്ഷേ എൻ്റെ ഈ വ്യൂ പോയിൻ്റ് ഇതിൽ ഇങ്ങനെ വേറെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ, തോന്നിയിട്ടുണ്ടോ, അല്ലെങ്കിൽ അവർ വീഡിയോ ചെയ്തിട്ടുണ്ടോ എന്നൊന്നും അറിയാൻ പാടില്ല. അപ്പോൾ ഞാനിത് 2005 നമ്മുടെ കണ്ണിൽപ്പെട്ടതാണ്. അപ്പോൾ ഇങ്ങനെ നമ്മളിത് പറയുന്നു, അത് എത്ര കണ്ട് ശരിയാവുമെന്ന് മറ്റുള്ളവർക്ക് തോന്നുന്നുണ്ടോ എന്ന് അറിയാൻ പാടില്ല. പക്ഷെ ഞാൻ കാണിച്ച ആൾക്കാരെല്ലാം വളരെ അത്ഭുതപ്പെട്ടു. അവർ പിന്നെ നേരിട്ട് കാണുകയും അവർ പറഞ്ഞിട്ടുണ്ട് അതിലൂടെ എപ്പോൾ പോവുകയാണെങ്കിലും ഞാൻ പറഞ്ഞത് അവർ ഓർക്കും. അത് വളരെ അത്ഭുതകരമായ ഒരു സംഭവമാണ് എന്ന് പറയാറുണ്ട്.